മാർക്കറ്റ് ഇവിടുന്ന് പോകുന്നതാണല്ലോ. മാർക്കറ്റ് ഇപ്പോൾ പോകാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അവിടെ പോയിട്ട് കച്ചവടം ചെയ്യാൻ. അത് നമ്മളിപ്പോൾ ഒരു 65 വർഷമായിട്ട് ചെയ്തു പോരുന്ന ഒരു കച്ചവടം. അതെ, അച്ഛനാണ് നേരത്തെ ഉണ്ടായത്. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളെ നോക്കുന്നത്. അന്നേരം ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അവിടെ മുകളിലാണ് കടയിൽ, അവിടേക്ക് ഇട്ട് ഒരു ജീവിട്ട് വരികയില്ല. പിന്നെ ഇവിടത്തെ ഒരു സൗകര്യം അവിടെ കിട്ടൂല. മഴ പെയ്താൽ അവിടെ വെള്ളം കയറും. ഞങ്ങൾ പോയിട്ട് അതെ. പിന്നെ വാടകയാണെങ്കിൽ ആ പ്രൈവറ്റിലേക്കാണ്, ഇത് കോർപ്പറേഷനാണ്. അവിടേക്ക് പോകണ പ്രൈവറ്റിലേക്കാണ്. ഞങ്ങൾ അവിടത്തേക്കാണ് കോർപ്പറേഷൻ ഓടിക്കാൻ നോക്കുന്നത്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്താലും ഇവിടുന്ന് പോരാന്നുള്ള ആ പോരാട്ടത്തിൽ നിൽക്കുക. എന്ത് വന്നാലും ഇവിടുന്ന് പോരാ. ഈ കഴിഞ്ഞ ഇലക്ഷന് ഇവിടുത്തെ തൊഴിലാളികളും കച്ചവടക്കാരൊക്കെ വോട്ട് ചെയ്തത് ഈ പാളയം മാർക്കറ്റ് കൂടി സ്വാധീനിച്ചിട്ടുണ്ടാവും അവരുടെ? അത് തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവും. 100% സ്വാധീനിക്കും. എന്താ വെച്ചാൽ എല്ലാവർക്കും അരിന്റെ പ്രശ്നമല്ലേ, എല്ലാവരും ജീവിക്കാനായിട്ട് വരുന്നതല്ലേ. എത്ര ആളുകളുടെ കുടുംബം ജീവിക്കുന്ന മാർക്കറ്റാണിത്. ഇതൊരു സുപ്രഭാതത്തിൽ കോർപ്പറേഷൻ അങ്ങോട്ട് മാറ്റാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണിത്. ഈ മാർക്കറ്റിലൂടെ പോകാൻ ഒരുപാട് ആളുകൾ തൊഴിലുകൾ നഷ്ടപ്പെടും. അപ്പൊ അത് പോകാൻ ഇവിടെ അനുവദിക്കില്ല. തീർച്ചയായിട്ടും ശക്തമായി സമരത്തിലൂടെ നമ്മൾ ഇത് വിജയം കണ്ടെടുത്തു.